ഫ്രണ്ട്സ് നമ്മുടെ ജെല്ലാണ് കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, എംടെക്കിൻ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചാൽ വീഡിയോ ഇട്ടുണ്ടായില്ല, അതിനെല്ലാവരോടും സോറി വയ്ക്കണേ. നമ്മളിന്ന് വന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊക്കോകോളയല്ലേ, നമ്മൾ ജെല്ലി മിഠായിയൊക്കെ പോലെ ജെല്ല് പോലെ ആക്കിയെടുക്കാൻ പോണെയാണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്ത സംഭവമാണ്, ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേ താഴെ കിടക്കുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കോകോള ജെല്ലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൊക്കോകോള എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 750 ml ആണ്. 40 രൂപയ്ക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് നമുക്ക് ആവശ്യം. പിന്നെ നമ്മളൊരു ജെല്ലാറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ കൊക്കോകോള അടിപൊളിയായിട്ട് നമ്മുടെ ജെല്ലാക്കി എടുക്കാൻ പോണത്. നമ്മൾ 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മുടെ ജെല്ലാറ്റിനെ അതിലേക്ക് പൊട്ടിച്ചിടാം. നൈസായിട്ട് ഇങ്ങനെ നമ്മൾ തുറന്നു കൊടുക്കും. തേയിലുള്ളിൽ ഇതുപോലത്തെ ഒരു കവറുണ്ട്, ഒന്ന് പൊട്ടി നമുക്ക് ഫുള്ളായിട്ടാണ് ഇട്ടുകൊടുക്കുക. 50 ഗ്രാമാണ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ട നമ്മുടെ ഇതുപോലെ ഇരിക്കുന്ന സംഭവം. പിന്നെ നമ്മുടെ കൊക്കോകോള ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ കൊക്കോകോള തുറക്കുക. അതെ, ഇപ്പോൾ ഗ്യാസൊക്കെ വരേണ്ടതേ. നമ്മൾ തുറന്നിട്ട് നമ്മുടെ ജെലാറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് ഇതുപോലെ ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇത്രയും നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കുന്നതാണ്. നമ്മുടെ കൊക്കോകോളയും ജെലാറ്റിനൊക്കെ നന്നായിട്ടാണ് ഇളക്കി ഒന്ന് എടുക്കാനുണ്ട്. നന്നായിട്ട് നമ്മുടെ സ്പൂണും കൊണ്ട് തന്നെ നന്നായിട്ടാണ് ഇളക്കി എടുക്കുക. നമ്മുടെ കൊക്കോകോളയും ജെലാറ്റിനൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊക്കോകോളയിലേക്ക് നമ്മുടെ ജെലാറ്റിനൊക്കെ ശരിക്കും ഒന്ന് അലിഞ്ഞ് പിടിക്കാനായിട്ടാണ്. നമ്മുടെ ബാക്കിയിരിക്കണ കൊക്കോകോള തുറന്നിട്ട് നമ്മളതേ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കൊക്കോകോള ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കെ മാറി നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത് നമ്മുടെ കൊക്കോകോളയുടെയും ജെലാറ്റിൻ്റെയും മിക്സ് നമ്മുടെ കൊക്കോകോളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ മുകളിൽ നന്നായിട്ട് പതഞ്ഞിക്കുന്നുണ്ട്. ഇതേ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒട്ടും കളയാതെ ഫുള്ളായിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. പാത്രത്തുമ്പോൾ ചെറുതായിട്ട് ജെലാറ്റിനൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ കണ്ട് ശരിക്കും കൊണ്ട് വരിയിലേക്ക് ഇടാം. നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് വേണം മറ്റേ കൊക്കോകോളയും എല്ലാം ഫുള്ള് എല്ലായിടത്തും ആവണ രീതിയിൽ ശരിക്കും കൊണ്ട് ഇളക്കി കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമ്മുടെ കൊക്കോകോള ഇളക്കുന്നവരെ നമ്മുടെ പതയൊക്കെ ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി വന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടെ വലുതെടുത്ത്. നമുക്കത് നമ്മുടെ കുപ്പിയിലേക്ക് നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുറത്തേക്ക് പോകാതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നൈസായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊക്കോകോള വെച്ച് ഫുൾ അവറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പതയൊക്കെ മുകളിൽ നിറച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി പുറത്ത് കളയാനാണ്, എന്നാലാണ് നമുക്ക് ബാക്കി ഒഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിത് ഉദ്ദേശിച്ചത്ര ആവാത്ത ഒരു ഇച്ചിരി കൂടി വെള്ളം ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മുടെ കൊക്കോകോളയിൽ നിറച്ചു അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുമേകായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇനി ഒരു 6 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. എന്നാലാണ് ഇത് ജെല്ലായിട്ട് വരുള്ളൂ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കോകോള നമ്മൾ 6 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവം ജെല്ലായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ മൂടി തുറന്നിട്ടതേ തൊട്ട് നോക്കുമ്പോൾ തന്നെ ജെല്ലിയായിട്ട് തന്നെ ഇരിക്കണം. അതേ കണ്ട, ഊർന്നൊന്നും പോടില്ല. നമ്മുടെ കൊക്കോകോള ജെല്ലായിട്ട് ഇരിക്കേണ്ടത് കണ്ട, വീണൊന്നുമില്ല. സംഭവം നല്ല ജെല്ലായിട്ടുള്ളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതേ കൊക്കോകോള മുറിക്കാനായിട്ട് നമ്മുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഇങ്ങനെ കാണിച്ചു കൊടുത്തതേ ഈ ഭാഗത്തുനിന്ന് നൈസായിട്ട് മുറിക്കണം. കട്ടായി വരുന്നുണ്ട് നൈസായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജെല്ലാണ് കാണുന്നത്. നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കോകോള ജെല്ലി നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല ജെല്ലായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. ഇതേ കണ്ട, നന്നായിട്ട് ജെല്ലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ജെല്ലി.
നമുക്ക് ഈ കൊക്കോക്കോള പുറത്തേക്ക് എടുക്കാനുണ്ട്. നമ്മുടെ ജെല്ലി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി എടുക്കാനുണ്ട്. അതിനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ. ചെറുതായിട്ട് ഞെക്കിയൊക്കെ നോക്കണേണ്, പോനില്ല. അതുകൊണ്ട് നമ്മൾ മൂടി തുറന്ന് പുറത്തുനിന്ന് ചെറുതായിട്ട് തള്ളിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അല്ലമ്മ തള്ളി കൊടുക്കുക, എങ്ങനെയൊക്കെ ഒന്ന് നൈസായിട്ട് ഇറക്കി എടുക്കണം. ഇതേ സംഭവം ഇറങ്ങി വരണ്ട്. ഇതേ നമുക്കൊന്ന് പയ്യ. ഇതേ നമ്മുടെ കൊക്കോക്കോള ജെല്ലി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് സംഭവം, നല്ല ജെല്ലായിട്ട്. നമ്മുടെ ജെല്ലി കൊക്കോക്കോള ബ്ലേഡ് നേരത്തെ എടുത്ത് തന്നെ എടുത്തുകൊണ്ട് യെസ് കീറി എടുത്തിട്ടുണ്ട്. ഇതേ നമ്മുടെ ഇതേപോലെ കട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തതല്ല തന്നെ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം കോരി എടുക്കണമല്ലോ, അതെ നൈസായിട്ട് ഇങ്ങനെ എടുക്കുക, അതിനായിട്ട് വയലേക്ക് വെക്കുക. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ലൈനിങ് കൂടെ ചേർത്താണെങ്കിൽ പൊളിയായിരുന്നു സംഭവം. നല്ല ടേസ്റ്റൊക്കെ വന്നിരുന്നു. സംഭവം പൊളിയാണ്. നമ്മുടെ കൊക്കോക്കോള ജെല്ലി കട്ട് ചെയ്ത് കാണിച്ചുതരാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പീസൊക്കെ വേണ്ട എഴുതി പോണെയാണ് നമ്മുടെ സംഭവം. പൊളിഞ്ഞു ഇതൊക്കെ തെന്നിപ്പോണു. കൊക്കോളാലോ പൊളിഞ്ഞോണേ. കൊക്കോക്കോള ഇത്രയും പീസായിട്ടിരിക്കുന്നുണ്ട്. കൊക്കോക്കോള ജെല്ലികൾ കിടക്കുന്നു. വലുവ പോലെ ഇരിക്കും. അറ്റ് നൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കൊക്കോക്കോള ജെല്ലി അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. സംഭവം ഇടുക്കിയിട്ടുണ്ട്. ഇതേ നന്നായിട്ട് നമ്മുടെ ജെല്ലിയായിട്ട് പരുവത്തിൽ അടിപൊളിയായിട്ട് നമ്മുടെ കൊക്കോക്കോള നൈസായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കൊക്കോക്കോളയുടെ കുപ്പി നിറച്ചും ജെല്ലായിട്ട് ഫുള്ളും നമ്മുടെ ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ലൈനിങ് കൂടെ ചേർന്ന് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായേനെ. നമ്മുടെ ജെല്ലിയായിട്ട് കിട്ടുമ്പോൾ നന്നായിട്ട് മധുരം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സംഭവമായിരിക്കും. അപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ബൈ.